മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന രുചിയിടത്തിലെ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ അമരവള പഴയ പാലത്തിനടുത്ത് എത്തിയ ശേഷം തിരിഞ്ഞു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കുറച്ചുനേരം മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലതുവശത്തായി ഷാപ്പിലെ കറിയും നാവൽ രുചിയും എന്ന രുചിയിടം കാണാൻ സാധിക്കും. അകത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഹട്ടല്ലാതെ പൊതുവായും മുറികളുണ്ട്. നമ്മൾ ഹട്ട് പോലെ കെട്ടിയിട്ടുള്ള പ്രത്യേക മുറിയിലാണ് ഇരുന്നത്. അവിടെ ഇരുന്നപ്പോൾ നല്ല പ്രൈവസി തോന്നി. ഓർഡർ എടുക്കാനും ആഹാരം കൊണ്ടുവരാനും വലിയ സമയമെടുത്തില്ല. രണ്ട് ഊണ്, ഒരു നെയ്മീൻ തലക്കറി, മരിച്ചിനി, ഒരു പന്നി റോസ്റ്റ്, ഒരു താറാവ് മപ്പാസ് എന്നിവയാണ് നമ്മൾ വാങ്ങിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് താറാവ് മപ്പാസാണ്. പൊളി ഐറ്റം. അവിടെ ചെന്ന് വിട്ടുകളയണ്ട. തുടക്കത്തിൽ കുറെ പരാതികൾ പരിഭവങ്ങൾ കേട്ട സ്ഥലമായിരുന്നു. ഇപ്പോൾ സീൻ മാറി എന്നാണ് അനുഭവം കൊണ്ട് മനസ്സിലായത്. ഈ പോക്കോയിൽ നന്നാവും. നെയ്മീൻ തലയും പൊളിച്ചെടുക്കി. മരിച്ചിനിയുടെ കൂടെ ആ നെയ്മീന്റെ ചാറുകൂട്ടി തട്ടിയപ്പോൾ എന്താ രുചി. പന്നിയും കിടില ഐറ്റം തന്നെയായിരുന്നു. ഊണിന്റെ കൂടെ ഉണ്ടായിരുന്ന നാരങ്ങ അച്ചാറും സാലഡും വെണ്ടയ്ക്കത്തോരനും മീനിന്റെ ഗ്രേവിയും പുളിശ്ശേരി എല്ലാം തന്നെ ഒന്നിനൊന്നും മികച്ചതായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ സ്പെഷ്യലൊന്നും വാങ്ങിക്കാതെ ഒരു സാധാരണ ഊണ് കഴിക്കാന്ന് കരുതിയാലും ഈ ഭക്ഷണയിടം നിരാശപ്പെടുത്തില്ല. പാഴ്സലായ ഒരു താറാവ് മപ്പാസും പോത്ത് റോസ്റ്റും പെറോട്ടകളും കൂടെ വാങ്ങി. സർവീസ് ചെയ്യാൻ വന്ന കേശവൻ എന്ന ചേട്ടനോടൊപ്പം ഒരു ഫോട്ടോ എടുത്തു. സീരിയലുകളിലും സിനിമകളിലും കാണാറുള്ള ശ്രീ കിഷോറാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന TV പ്രോഗ്രാമിൽ 8 വർഷങ്ങളോളം ഏഷ്യാനെറ്റിൽ അവതാരകനായിരുന്നു. ആ പേരാണ് ഇവിടെ കടയ്ക്ക് തിരഞ്ഞെടുത്തത്. തിരിച്ചു പോകുന്ന മുമ്പേ അടുക്കളയും കയറി നോക്കി. ആരും തടസ്സമൊന്നും പറഞ്ഞില്ല. നല്ല വൃത്തിയായി തന്നെയാണ് അപ്പോൾ കണ്ടത്. ഹട്ടുകൾ, AC റെസ്റ്റോറന്റ് മാത്രമല്ല പച്ചക്കറി തോട്ടവും പ്രോഗ്രാമുകൾ നടത്തുന്നുള്ള സ്റ്റേജ് ഉൾപ്പെടെ ചേർന്നതാണ് ഈ രുചി. റെസ്റ്റോറന്റ് സമയം രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ആണെങ്കിലും ആഹാരം കിട്ടുന്ന സമയം രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന വേളയിൽ എടുത്ത വീഡിയോ ആണവ. പള്ളിയും പഴയ പാലവും ഒക്കെ അടയാളമായി എടുക്കാം. താറാവിറച്ചിയും പോത്തിറച്ചിയുമായ രാത്രി ഭക്ഷണവും രുചിച്ചു. പെറോട്ട നല്ലതായിരുന്നു. രുചിയെല്ലാം കൊള്ളാം. പോത്തിറച്ചി കിടിലം. എല്ലാം കൊണ്ടും നല്ലൊരു ആഹാരാനുഭവം.